നമസ്കാരം. മരം ഒരു വരം, അത് മാരണമാകരുത്. ദീർഘവീക്ഷണവും മുൻകരുതലും ഇല്ലാത്തതിന്റെ പ്രത്യാഘാതങ്ങൾ അപ്രതീക്ഷിത അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. നിസാരമായി ചെയ്യാവുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കുകയും അലസമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. മഴക്കാലത്ത് മരങ്ങൾ കടപുഴകിയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. മഴക്കാലത്തിന് മുമ്പ് തന്നെ അപകടസ്ഥിതിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകാറുണ്ട്. അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പലരും ഇതൊന്നും ഗൗനിക്കാറില്ല. അപകടം ഉണ്ടായി കഴിയുമ്പോൾ അനാവശ്യ തർക്കങ്ങളാവും. ആളപായമുണ്ടായാൽ എന്ത് നഷ്ടപരിഹാരം നൽകിയാലും എന്താണ് പ്രയോജനം? പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ ആരാണ് മുറിച്ചു മാറ്റേണ്ടത്? അതിന് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാവണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ശ്രദ്ധിക്കണം. നമ്മുടെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളോടും ചേർന്ന് കൂറ്റൻ മരങ്ങൾ കാണാനാവും. പാത ഇരട്ടിപ്പിക്കലിന്റെയും സ്റ്റേഷൻ വികസനത്തിന്റെയും ഭാഗമായി പലതും വെട്ടിമാറ്റപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല മരങ്ങളും അപകടമായി നിൽപ്പുണ്ട്. പക്ഷികളുടെ വാസസ്ഥാനം നഷ്ടമാവുന്നതിനെ പറ്റിയൊക്കെ ചില പരാതികൾ ഉണ്ടാവാറുണ്ടെങ്കിലും കേരളത്തിൽ അത് വലിയ പ്രശ്നമായി വരുന്നില്ല. വനമേഖലയുടെ കുറവല്ല, ശാസ്ത്രീയമായ വനസംരക്ഷണം ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ജനവാസ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് മരങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കാൻ പൊതുവെ ആളുകൾ താല്പര്യം കാണിക്കുന്നുമുണ്ട്. പ്രധാന റോഡുകളോടും റെയിൽവേ പാളങ്ങളോടും ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ വെട്ടിനീക്കാനോ ചില്ലകൾ മുറിച്ചു മാറ്റാനോ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കാത്തതാണ് പല അപകടങ്ങൾക്കും കാരണം. അത് സ്വകാര്യ വ്യക്തികളുടേതാണെങ്കിലും നടപടി സ്വീകരിക്കണം. എറണാകുളം തൃശൂർ പാതയിൽ പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപം ഇന്നലെ രാവിലെ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന മരത്തിന്റെ ഭാഗമാണ് മറിഞ്ഞു വീണത്. വേണാട് എക്സ്പ്രസും മഹിളാ എക്സ്പ്രസും കടന്നു പോകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു അപകടം. മരം വൈദ്യുതി ലൈനിൽ തട്ടി തീപിടിച്ചെങ്കിലും വലിയ അപകടമൊന്നും ഉണ്ടായില്ല. 2.5 മണിക്കൂറോളം ഇതുവഴി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പാളത്തോട് ചേർന്നുള്ള റോഡിലും ഗതാഗതം മുടങ്ങി. അപകട ഭീഷണിയായി നിന്ന മരം മുറിച്ചു മാറ്റണമെന്ന് റെയിൽവേ സ്ഥല ഉടമയ്ക്കും കോർപ്പറേഷനും നോട്ടീസ് നൽകിയിരുന്നു. കേസിൽപ്പെട്ട സ്ഥലമായതിനാൽ മരം മുറിക്കാൻ തടസ്സം നേരിട്ടു. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമത്തിന്റെ കുരുക്കുകൾ അഴിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും കോർപ്പറേഷൻ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. നോട്ടീസ് നൽകിയിട്ടും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് നടപടി നീട്ടിക്കൊണ്ടു പോകുന്നത് പതിവാണ്. അപകടമുണ്ടായ ശേഷം കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടോ എന്തു പ്രയോജനം? വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അപകട സാധ്യത ഒഴിവാക്കുന്നതിനുള്ള നടപടികളും ഇത്തരം ബാലിശമായ തർക്കങ്ങളിൽപ്പെട്ട് കിടക്കുന്നത് നാട്ടിൽ പതിവായിരിക്കുന്നു. കോട്ടയത്ത് ആകാശപാതയുടെ പേരിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടം നടക്കുകയാണ്. ഒരു കൂട്ടർ ഉപവാസ സമരം നടത്തുമ്പോൾ മറുവിഭാഗം ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നു. ആകാശപാതയുടെ തൂണുകളിൽ ഇപ്പോൾ ചില ചോദ്യങ്ങളും എഴുതി തൂക്കിയിട്ടുണ്ട്. ഉത്തരം കിട്ടാതെ പൊതുജനം അതുവഴി കടന്നുപോകുന്നു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് ഇത്തരം അനവധാനതയുടെ ഫലമാണ്. തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിന് ബാധ്യതയുള്ള അദാനി കമ്പനിയെ കൊണ്ട് പദ്ധതി നടപ്പാക്കാൻ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ നൽകിയ റിപ്പോർട്ടുകളും തെളിവുകളും പരിശോധിച്ച ശേഷമാണ് കമ്മീഷൻ ഈ നിഗമനത്തിലെത്തിയത്. മുതലപ്പുഴി മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി വിശദ പദ്ധതി രേഖ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതലപ്പുഴയിൽ ഇതുവരെ 73 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. 1000-ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കരയിലും കടലിലും റെയിൽ പാളത്തിലും ആകാശത്തും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവാം. പക്ഷേ അധികാരികളുടെ അശ്രദ്ധ കൊണ്ടോ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടോ അപകടം വിളിച്ചു വരുത്തരുത്. രാഷ്ട്രീയ വൈര്യം തീർക്കാനും ഇത്തരം അവസരങ്ങൾ വിനിയോഗിക്കപ്പെടരുത്. നമസ്കാരം.